വേൾഡ് കപ്പിൽ കോങ്കോ എന്ന് പറഞ്ഞ ടീം എന്ന് വെച്ചാൽ 51 വർഷമായി വേൾഡ് കപ്പ് കളിച്ചിട്ട് അങ്ങനെയുള്ള ടീമിനെതിരെ പോർച്ചുഗൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല. മാച്ച് മുഴുവനായിട്ട് കണ്ടിട്ട് ഭയങ്കര സങ്കടം വന്നു. അതൊക്കെ കഴിഞ്ഞ് മാച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്കിയ ടൈമിൽ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയ ടൈമിൽ ട്രോളുകൾ ഫുള്ളും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്താ ചെയ്തത് പോർച്ചുഗൽ മാച്ചിൽ? ആ മാച്ച് കണ്ട എല്ലാവർക്കും അറിയാം അത് റൊണാൾഡോന്റെ പ്രശ്നമല്ല. ആ ഒരു ഡ്രോക്ക് കാരണം റൊണാൾഡോ അല്ല. റൊണാൾഡോക്ക് ബോൾ കിട്ടണ്ടേ? ഒരു സ്ട്രൈക്കറിനെ സംബന്ധിച്ച് മിഡ് ബോൾ റൊണാൾഡോയിലേക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? അങ്ങനെയുള്ള ഒരു കാര്യം കണ്ടിട്ടില്ല. വിറ്റിന് പെഡ്രോനാറ്റയ്ക്ക് ബോൾ കൊടുത്തു. പെഡ്രോനാറ്റ ഒരു ക്രോസിലൂടെ അത് ജോനേഴ്സിലേക്ക് എത്തിച്ചു. ആ സമയത്ത് റൊണാൾഡോനെ പൂട്ടിയിട്ടുണ്ട് ഒരു ഡിഫൻഡർ. പക്ഷെ ജോനേഴ്സ് ഫ്രീ ആണ്. ആ ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം എന്ത് ചെയ്തു? ജോനേഴ്സ് അവിടെ ഗോളാക്കി മാറ്റി. ബ്രില്യൻസ് ആണ്. ജോനേഴ്സ് കിഡിലായിട്ട് കളിച്ചിട്ടുണ്ട് മാച്ചിൽ. വേൾഡിലെ തന്നെ പ്രൈം മിഡായിട്ടാണ് പോർച്ചുഗലിന്റെ ടീമിനെ കാണുന്നത്. വിറ്റിന്യ, ജോനേഴ്സ്, ബ്രൂണോ ഫെർണാണ്ടസ് 22 അസിസ്റ്റുമായിട്ട് പ്രീമിയർ ലീഗിൽ ചരിത്രം കുറിച്ചിട്ടാണ് ബ്രൂണോ വരുന്നത് കളിക്കാൻ വേണ്ടിയിട്ട്. ആ ബ്രൂണോക്ക് പോലും നല്ലൊരു ബോൾ കൊടുക്കാൻ റൊണാൾഡോക്ക് പറ്റിയിട്ടില്ല. ഫ്രണ്ടിലേക്ക് ബോൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. വേൾഡ് ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ന്യൂനോ മെൻഡസ് എന്തെങ്കിലും വിങ്ങിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കാണാൻ പറ്റില്ല. ന്യൂനോ മെൻഡസ് ആയിക്കോട്ടെ, സ്പീഡ് അബിലിറ്റി ഉള്ള റഫലിയോ ആയിക്കോട്ടെ, അവരൊക്കെ സ്പീഡും ന്യൂനോ മെൻഡസിന്റെ സ്പീഡും വാൻ ബിസക്കിന്റെ കാലിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയി. ഭയങ്കര കിടില ടാക്ലിങ്ങും അതുപോലെ തന്നെ ക്ലിയറൻസ് ഒക്കെയാണ് വാൻ ബിസക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഒക്കെ ചിലപ്പോൾ തോന്നുന്നു റൊണാൾഡോക്ക് ഇവരൊന്നും ബോൾ കൊടുക്കാത്തതാണോ, അതല്ല കോങ്കോന്റെ ഡിഫൻസീവ് വാൾ അത്രയ്ക്കും സ്ട്രോങ് ആയതുകൊണ്ടാണോ? അത്രമാത്രം ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കോങ്കോ വിയസ് പോർച്ചുഗലിന്റെ മാച്ചിൽ നമ്മൾ കണ്ടത്. കളി തുടങ്ങിയിട്ട് റൊണാൾഡോക്ക് ബോൾ കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയത് ഫ്രാൻസിസ്കോ കോൺസെസോ ഇറങ്ങിയ ടൈമിൽ 2 ബോളുകൾ കൊടുത്തു. അതിലൊന്ന് ഡേഞ്ചർ ബോൾ ആയിരുന്നു, ഡിഫൻസിന്റെ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ബോൾ കിടിലൻ ബോളായിരുന്നു. അത് റൊണാൾഡോക്ക് കറക്റ്റായിട്ട് പോസ്റ്റിൽ അടിക്കാൻ പറ്റില്ല. ഈ മാച്ചിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പെഡ്രോനാറ്റയ്ക്ക് ഒരു കിടിലൻ ബോൾ കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് പാസ് ചെയ്ത് കൊടുക്കാൻ പെഡ്രോനാറ്റയ്ക്ക് പറ്റില്ല. അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു നല്ല ബോൾ സെക്കൻഡ് പോസ്റ്റിന് ഉള്ളിൽ കയറിയിട്ട് റൊണാൾഡോ കൊടുക്കുന്നുണ്ട്. ആ ബോൾ എടുത്തിട്ട് ബ്രൂണോ എന്ത് ചെയ്ത് നേരെ ത്രോ ലൈൻ്റെ അങ്ങോട്ടാണ് പോയത്. അതൊന്ന് പോസ്റ്റിലേക്ക് ഒന്ന് ഗോളാക്കി ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് അടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള പോസ്റ്റിന്റെ ഫ്രണ്ടിലുള്ള പ്ലെയേഴ്സിന് കൊടുക്കാനോ ബ്രൂണോക്ക് പറ്റില്ല. ഈ ഒരു ഡ്രോക്ക് കാരണം റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരു 41 വയസ്സുകാരനല്ല, എൻ്റയർ ടീമാണ്. റൊണാൾഡോ അടക്കം തന്നെ ഒരു എൻ്റയർ ടീമിന്റെ ഒരു ഫ്ലോപ്പ് പെർഫോമൻസ് ആണ്. ബോൾ കൊടുക്കാൻ റൊണാൾഡോക്ക് പറ്റിയിട്ടില്ല. കിട്ടിയ ചാൻസ് മുതലാക്കി എടുക്കാൻ റൊണാൾഡോക്ക് പറ്റില്ല. മിഡിൽ എന്ത് തേങ്ങക്കോലാണ് ഉണ്ടായത്. പിന്നെ റോബർട്ടോ മാർട്ടിനസ് ഇറക്കിയ ലൈനപ്പ്, സെൻട്രൽ ബാക്കിൽ കിടിലം സെൻട്രൽ ബാക്കിനെ ഇറക്കണം. അതെല്ലാം തന്നെ ഡിഫൻസീവ് വാൾ പൊളിഞ്ഞിക്കണ്. ഇനിയും നല്ലൊരു സെൻട്രൽ ബാക്കിനെ വന്ന് ഇറക്കിയിട്ടില്ലെങ്കിൽ അവിടെയും വീണ്ടും ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് റോബർട്ടോ മാർട്ടിനസിനെ ലൈനപ്പും കൂടി കുറച്ചുകൂടി നന്നാക്കി ഇറക്കുകയാണെങ്കിൽ അടുത്ത മാച്ചിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ മാച്ച് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് കോൺഫറൻസിൽ ജോൺ നെവ്സിന്റെ സ്റ്റേറ്റ്മെന്റ്, റൊണാൾഡോ എന്ന് പറയുന്നത് മറ്റുള്ള പ്ലേയേഴ്സിനെ പോലെ തന്നെ പോർച്ചുഗൽ ടീമിനെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു പ്ലെയറാണ്, വേറെ വലിയ ഡിഫറൻ്റ് ഒന്നുമില്ല. അങ്ങനെയാണ് ഒരു ലെജൻഡിനെ കുറിച്ച് പറയേണ്ടത്. റെസ്പെക്റ്റ് കൊടുക്കേണ്ട സമയത്ത് റെസ്പെക്റ്റ് കൊടുക്കണം. റൊണാൾഡോക്കെ തുടക്കകാലത്ത് എങ്ങനെയാണ് ആ ഒരു സുപ്പീരിയർ പ്ലെയറിൻ്റെ എടുത്ത കാര്യങ്ങൾ, ബാഡ് ആയ കാര്യങ്ങൾ പോസിറ്റീവിലേക്ക് കൊണ്ടുവന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നിലനിർത്തി അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ലെജൻഡ് പോർച്ചുഗൽ. അങ്ങനെയുള്ള ഒരു ലെജൻഡിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലാണോ ഒതുക്കേണ്ടത്? ജോൺ നെവ്സിന്റെ സ്റ്റേറ്റ്മെന്റിലും ബ്രൂണോന്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ വ്യക്തമാണ് പോർച്ചുഗലിലെ ചില പ്ലേയേഴ്സിന് റൊണാൾഡോയോട് ചില കോംപ്ലക്സും ഈഗോ ഒക്കെ ഉണ്ട് എന്നുള്ളത്. ജോൺ നെവ്സിന് കിട്ടാനുള്ളൊക്കെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കമന്റിൽ കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് റൊണാൾഡോ ഫാൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പോർച്ചുഗലിൻ്റെ ഇപ്പോഴുള്ള കോർഡിനേഷൻ തന്നെ ഒരു പേടിയുണ്ട്. കാരണം പ്ലേയേഴ്സിനെതിരെയാണ്, ഇപ്പോൾ റൊണാൾഡോ മാത്രം നിർത്തി ബാക്കിയുള്ള എല്ലാ പ്ലേയേഴ്സിനെതിരെയാണ് ഈ ക്രിറ്റിസിസം ഇങ്ങനെ നടക്കുന്നത്, എക്സ്പെഷ്യലി ജോൺ നെവസിനെതിരെ. അപ്പം ആ ഒരു കോർഡിനേഷൻ ഇപ്പോൾ ഉള്ള ഒരു കോർഡിനേഷൻ പോലും പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പോസ്റ്റ് ഇടുന്നത്, പ്ലേയേഴ്സിനൊക്കെ ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ്. അതിന് താഴെ ഒരു അടിക്കുറിപ്പ് കൊടുക്കുന്നു. എന്താണ്? എപ്പോഴും ഐക്യത്തോടെ റൊണാൾഡോ എപ്പോഴും എല്ലാവരും ഒരുമിച്ച് പിടിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ലെജൻഡിനെതിരെയാണ് ജോൺ നെവ്സ് ഇതുപോലെയുള്ള കമന്റ് അടിച്ചത്. അതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾ. ഈ ഡ്രോ ആയതിനു ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി ഫാൻസ് ആണെങ്കിൽ അതിനപ്പുറം ചില മെസ്സി ഫാൻസുകൾ അങ്ങേ അറ്റം ട്രോളുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ. ഒരു പെണ്ണുണ്ടല്ലോ, 1, 2, 3 പെണ്ണുകളുണ്ട്, എന്തൊക്കെയാണ് പറയുന്നത് റൊണാൾഡോയെ കുറിച്ചിട്ട്. ഓരോടൊന്നും ഒരു 5 അർജന്റീൻ പ്ലേയേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. ഏതൊക്കെ ടീമിനേറ്റാണ് അടുത്ത് കളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാലും അതും പറയാൻ പറ്റില്ല. ഇപ്പോഴുള്ള ആ ഒരു വൈറൽ വെച്ചിട്ടൊന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസ് ഇറക്കിയിട്ട, അല്ലാതെ റൊണാൾഡോയെ കുറിച്ചൊന്നും ഒന്നും അറിയണ്ട. മെസ്സി ഫാൻസിനോട് എനിക്ക് ഒന്നാ പറയുള്ളത്, 2020 മുമ്പ് ഒരു ഇന്റർനാഷണൽ ട്രോഫി കാണിച്ചു തരാൻ പറ്റും, ഒരൊറ്റ ഇന്റർനാഷണൽ ട്രോഫി.
പറ്റൂല. അന്ന് ആ ഒരു അത്രയും മോശപ്പെട്ട സ്കോഡിൽ നിന്ന് 2016 ആ സ്കോഡിൽ നിന്ന് പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഒരു യൂറോ കപ്പ് അടിച്ചു കൊടുക്കാൻ റൊണാൾഡോക്ക് പറ്റിയിട്ടുണ്ട്. അത് മെസ്സിക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല. റൊണാൾഡോ അന്ന് അടിച്ചു വെച്ച് നോക്കുകയാണെങ്കിൽ വീണ്ടും 5 വർഷം എടുത്തിട്ടാണ് മെസ്സി ഒരു ഇന്റർനാഷണൽ ട്രോഫി അർജന്റീനയ്ക്ക് വേണ്ടി അടിച്ചു കൊടുക്കുന്നത്. അത് മെസ്സിന്റെ മികവ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. സ്കലോണി വന്നതിന് ശേഷമാണ്. സ്കലോണി വന്നതിന് ശേഷം അർജന്റീന ട്രോഫി അടിച്ചിട്ടുള്ളൂ. കോപ്പ, 2 കോപ്പ, ഒരു വേൾഡ് കപ്പ്. സ്കലോണി ആ സ്കോഡിൽ നിന്ന് ബിൽഡപ്പ് ചെയ്തെടുത്ത ഒരു ഇമോഷൻ, ഒരു കോർഡിനേഷൻ വർക്ക്, മെസ്സിയെ ഒരു ലെജൻഡായി കാണാൻ എല്ലാ പ്ലേയേഴ്സും ഒരുമിക്കുന്നു. ആ ഒരു ഇമോഷൻ, ആ ഒരു കോർഡിനേഷൻ, ഒരു ഫാമിലി അറ്റാച്ച്മെന്റ്, അത് തന്നെയാണ് അർജന്റീന കപ്പടിക്കാനുള്ള കാരണം. അത് പോർച്ചുഗലിന്റെ ടീമിന് ഇല്ലാത്തത് പോർച്ചുഗലിലെ പ്ലേയേഴ്സൊക്കെ വിചാരിക്കണം. അല്ല റൊണാൾഡോ ഇങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. റൊണാൾഡോയെ ലെജൻഡിനെ ലെജൻഡായി കണ്ട് റെസ്പെക്ട് ചെയ്ത് അത് അദ്ദേഹത്തിന് വേണ്ടി കളിക്കുകയാണെങ്കിൽ പോർച്ചുഗലും കപ്പടിക്കും. സ്കലോണി അർജന്റീനയിൽ ബിൽഡപ്പ് ചെയ്തെടുത്ത ടീം ആവാൻ ഇനി പോർച്ചുഗലിന് പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല. വിൽ സി. എന്തായാലും അടുത്ത മാച്ച് ഉസ്ബെക്കിസ്ഥാനുമായിട്ടുള്ള മാച്ച് പോർച്ചുഗലിന് ജയിച്ചേ പറ്റുള്ളൂ. ട്രോളിയവർക്ക് എല്ലാവർക്കും ക്രിസ്ത്യാനോ മറുപടി തരും. അത് റൊണാൾഡോൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ. ട്രോള് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊന്ന് ഇളകും. അത് മറുപടി വന്നിരിക്കും. അടുത്ത മാച്ചിൽ റൊണാൾഡോൻ്റെ ഒരു കിടിലൻ ഗോളോ അസിസ്റ്റോ കിടിലൻ പെർഫോമൻസും ഉണ്ടായിരിക്കും. കണ്ടോ? എനിക്ക് വിശ്വാസമുണ്ട് യുഎഫ നാഷണൽ ലീഗ് 2025 അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടീം എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കളിച്ചു, അതിലെനിക്ക് വിശ്വാസമുണ്ട്. ആ ഒരു കോർഡിനേഷൻ വരണം. അത് റൊണാൾഡോ വരുത്തും ടീമേറ്റ്സിൽ. ഇത്തവണയും കിടിലൻ പെർഫോമൻസ് വരും. പോർച്ചുഗൽ കപ്പടിക്കും. വിൽ സി.